വർഷം പഴക്കമുള്ള പുരാതന ഹൈന്ദവ ക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് ബംഗ്ലാദേശ് സർക്കാർ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. സംഭവത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ബംഗ്ലാദേശിലെ നോഖാലിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് പൊളിച്ചുമാറ്റിയത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൊളിച്ചുമാറ്റൽ നടന്നതെന്ന തരത്തിലുള്ള കടുത്ത ആരോപണങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു പുരാതന നിർമ്മിതി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. തങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ ആരാധനാലയത്തിന് നേരെയാണ് ഈ നടപടി ഉണ്ടായതെന്ന് പ്രാദേശിക ഹൈന്ദവ സമൂഹം ആരോപിക്കുന്നു. പശ്ചിമ ബംഗാളിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിനായി വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അവിടെയുണ്ടായിരുന്ന ബംഗാറ മസ്ജിദ് എന്നറിയപ്പെടുന്ന 136 വർഷം പഴക്കമുള്ള ഗൗരിപൂർ ജാമിയ മസ്ജിദ് മാറ്റി സ്ഥാപിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചതിന് പ്രതികാരമാണ് ബംഗ്ലാദേശിൽ ഈ നടപടി ഉണ്ടായതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ പള്ളി മാറ്റി സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ശ്രമിച്ചതെങ്കിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ പുരാതന ക്ഷേത്രം പൂർണ്ണമായി തകർക്കാനാണ് ഉത്തരവിട്ടതെന്നാണ് വോയിസ് ഓഫ് ബംഗ്ലാദേശ് ഹിന്ദുസ് എന്ന എക്സ് അക്കൗണ്ട് ആരോപിക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരിന് നേരിട്ടുള്ള പിന്തുണയോടെയാണ് ഈ പൊളിച്ചുമാറ്റൽ നടന്നതെന്ന ആരോപണവും ശക്തമാണ്. ബംഗ്ലാദേശിൽ 81 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഹരിദാസ് ചന്ദ്ര തരണിദാസ് എന്ന വ്യക്തിയെ പണം വെളുപ്പിക്കൽ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഗായ്പാഡ ജില്ലയിലെ പലാഷ്പാരിയിലുള്ള ശ്രീ ശ്രീ രാധാ ഗോവിന്ദ കാളി ക്ഷേത്രത്തിൽ പ്രതിമ നിർമ്മിക്കാൻ നിർദ്ദേശിച്ച് ഇയാളെ ജൂലൈ 12 രാത്രി വൈകിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ രണ്ട് സംഭവങ്ങളും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളിൽ 5 മാസം മുമ്പ് അധികാരമേറ്റ പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ കീഴിലുള്ള ധാക്കയിലെ പുതിയ ഭരണകൂടം അവരുടെ താല്പര്യങ്ങളും ക്ഷേമവും സംരക്ഷിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു പ്രതീക്ഷ ഉയർന്നിരുന്നു. എന്നിരുന്നാലും വടക്കൻ ബംഗ്ലാദേശിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന സംഘർഷങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് ഹിന്ദു ഹൈന്ദവയായ രാമന്റെ ഒരു വലിയ പ്രതിമയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചതോടെ മതസ്വാതന്ത്ര്യത്തെയും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കായി സംവരണം ചെയ്ത സ്ഥലത്തെയും കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാവുകയായിരുന്നു. ഗൈബന്ദ ജില്ലയിലെ പലാഷ്പാരിയിലെ ശ്രീ ശ്രീ രാധാ ഗോവിന്ദ കാളി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഈ പ്രതിമയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘാടകരുടെ അഭിപ്രായത്തിൽ ഏഷ്യയിലെ രാമന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായാണ് ഇത് മാറിയിരുന്നത്. ഈ ഭൂഖണ്ഡത്തിൽ പ്രാദേശിക ഹിന്ദു സമൂഹത്തിന്റെ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തിന്റെ പ്രതീകമാണിത്. ഇത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് വളരെയധികം അഭിമാനം നൽകുന്ന ഒന്നായിരുന്നു. എന്നിരുന്നാലും ജൂൺ 18 ക്ഷേത്ര കമ്മിറ്റി പെട്ടെന്ന് പണി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. കാരണം ബംഗ്ലാദേശികൾ എന്ന നിലയിൽ എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ അവർ വിശ്വസിക്കുന്നു. സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനായി പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹിന്ദുക്കൾ തീരുമാനിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.